ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് താമസിച്ച് എണീറ്റ് കേട്ടോ. താമസിച്ച് എണീക്കുന്നത് വെച്ച് നിങ്ങൾ വിചാരിക്കും ഭയങ്കര താമസിക്കുമെന്ന്. അല്ല, ഞാൻ എന്നും 6 കണ്ണ് തുറക്കാറുണ്ട് കേട്ടോ. ഇവിടെ പോകാനാ എന്തിനാണെന്നൊന്നും അറിയത്തില്ല. ശീലമായതുകൊണ്ട് തന്നെ അതൊരു വിധത്തിൽ മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ ചില ദിവസങ്ങളിൽ കിടക്കുമ്പോൾ ഒന്ന് താമസിക്കും. ആ ചില ദിവസത്തിൽ ഒന്നായിരുന്നു കേട്ടോ ഇന്ന്. രാവിലെ എണീറ്റ് പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാതി ആശ്വാസം കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലെയും പോലെ ഇവിടെയും പൊടി പൂരമാണ്. അപ്പോൾ പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാല് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പത്തിൻ്റെ ദോശയുടെ മാവ് ഒന്നും ഇരിപ്പില്ലായിരുന്നു. ഞാൻ ഇന്നലെ ആട്ടി വെച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എഗ്ഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ദേ ഇതുപോലെ എഗ്ഗ് വെച്ചിട്ട് ചീസ് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. കുറച്ച് പെപ്പറും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇടുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇവിടെ മോനും അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവനത് ഇതുപോലെ സെറ്റ് ചെയ്ത് പാലും കൂടെ ആകുമ്പോഴത്തേന് ആ ഉണ്ണി വയറൊക്കെ അങ്ങ് നിറയുമല്ലോ. പിന്നെ മോൾക്ക് പ്ലെയിൻ എഗ്ഗ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കെച്ചപ്പൊക്കെ വെച്ച് എൻ്റെ കലാപരിപാടികളൊക്കെ നടത്തി പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനവും സന്തോഷം കേട്ടോ രാവിലെ. അങ്ങനെ ഇനി ഇവർക്കൊക്കെ കൊടുത്ത് കുറച്ച് നേരം പുറത്തൊക്കെ പോയിരുന്നു വന്നിട്ട് വേണം ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. സോ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? എന്തായിരുന്നെന്ന് താഴെ കമൻസിൽ പറയണേ. അപ്പോൾ നാളെ കാണാം.